നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനും കർഷകർക്ക് മാതൃകയാക്കേണ്ട വ്യക്തിത്വവുമായ ശ്രീ ജോസ് പുത്തമ്പരക്കലിൻ്റെ കൃഷിയിടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളെയും നമുക്ക് പരിചയപ്പെടാം. ജോസേട്ടൻ്റെ കൃഷികളെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു 15 ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് എനിക്കുള്ളത്. അതിനകത്ത് ഞാൻ വിവിധ തരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നിരിക്കുന്നത്. സമ്മിശ്ര കൃഷിയാണ്, ഇൻ്റഗ്രേറ്റഡ് ഫാർമറാണ് ഞാനിരിക്കുന്നത്. ഞാൻ ഒരു ശകലം സ്ഥലം പോലും തരിച്ചിടാറില്ല. ഞാൻ ഒരു 50 വർഷം മുമ്പ് കൃഷി തുടങ്ങിയ ഒരാളാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ കൃഷിയിടങ്ങളിൽ നിറച്ചും കൃഷി ചെയ്തു വരുന്നവരാണ്. ജോസേട്ടൻ എന്തുകൊണ്ടാണ് ഭക്ഷ്യവിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടത് ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് മുൻതൂക്കം കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഭക്ഷ്യവിളകളാണ് ജോസേട്ട പ്രധാനമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചാലും പ്രധാനമായിട്ട് തെങ്ങ്, കുരുമുളക്, അതുപോലെ തന്നെ കശുമാവ്, ജാതി, കാപ്പി, വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, പല തരത്തിലുള്ള പച്ചക്കറികൾ, മീൻ കൃഷി, കോഴി, പശു, തേനീച്ച കൃഷി, അതുപോലെ തന്നെ ഏതാണ്ട് 10-15 കൂട്ടം തന്നെ വാഴയുണ്ട്. ഇപ്പോൾ ജനേന്ദ്രൻ, പൂവൻ, മൈസൂർ പൂവന്, ചുണ്ടില്ലാക്കണ്ണൻ, അങ്ങനെ ശങ്കതലി, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു 10-15 ഐറ്റം വാഴ എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. പഴവർഗ്ഗം തന്നെ വിവിധ ഇനങ്ങളുള്ള പഴവർഗ്ഗങ്ങളുണ്ട്. ഒരു 10-25 പോലും അധികം വരുന്ന തേനീച്ചപ്പെട്ടി ചെറുതേൻ്റെ ഉണ്ട്. 10-25 പിന്നെ വലിയ തേൻ്റെ പെട്ടിയുണ്ട്. പിന്നെ ചേമ്പ്, ചേന, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ എന്നിവ സാധാരണ ചെയ്യാൻ പറ്റുന്ന ഉള്ള എല്ലാ പച്ചക്കറികളും കൃഷികളൊക്കെ ഞാനിവിടെ ചെയ്യാറുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. കർഷകരുടെ വേറൊരു വിഷയം, വില കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് അത് വെട്ടിക്കളയുന്ന ഒരു കാലഘട്ടങ്ങളിൽ റബ്ബർ പോലും വെട്ടിക്കളഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. അപ്പം വില കുറയുന്ന സമയത്ത് ഓരോന്നും വെട്ടിക്കളഞ്ഞ് പുതിയ കൃഷി ചെയ്യുന്നു. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ കാരണം ഇത് ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ 2-3 കൊല്ലമാണ്, എൻ്റെ അനുഭവത്തിലാണ് ഈ പറയുന്നത്, ചിലപ്പോൾ ഒരു വില കൂടി നിൽക്കും ഒരു കൃഷിക്ക്. 3 കൊല്ലം കഴിയുമ്പോൾ വേറെ കൃഷിക്ക് വില കൂടി വരുന്നു. അടുത്ത കൊല്ലം കഴിഞ്ഞും മതി. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു സാധനവും വെട്ടിക്കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ പറമ്പിൽ 50 കൊല്ലമാണെങ്കിലും അല്ലെങ്കിൽ അത്ര കേടായി പോവുകയൊക്കെ ചെയ്യണം. അത് ഒരിക്കലും 2-3 കൊല്ലം കിട്ടിയില്ലേ പിന്നത്തെ വർഷം വരുമ്പം അത് കറങ്ങി വരുമ്പോഴത്തേനും അതിന് വില വരും. അല്ലെങ്കിൽ ഒരു കൃഷിക്ക് നാശം വന്നാൽ മറ്റേതിന് കിട്ടും. ഒന്നിന് വിളവ് കുറഞ്ഞാൽ ഒരു കൃഷിക്ക് ഇപ്പം വിളവ് കുറയുവാണെങ്കിൽ മറ്റേ കൃഷിയിൽ നിന്ന് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒന്നിന് എന്തെങ്കിലും പിന്നെ വിലയ്ക്ക് വില വരുന്നു. വിലയും തന്നെ വിളവിലാണ് പോലെ ഇരിക്കുന്നത്. അതിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ കൊല്ലവും മാറി വരും. അപ്പോൾ കലപ്പിൽ വരുമ്പോൾ ഒരു സമ്മിശ്ര കർഷകൻ എന്ന നിലയിൽ എല്ലാ കൃഷിയും ചെയ്യുവാണെങ്കിൽ അവൻ നല്ല സംതൃപ്തനായിരിക്കും. നല്ല വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ഇതാണ് ഈ സമ്മിശ്ര കൃഷിയിൽ നിന്നുള്ള ഞാൻ എല്ലാ കൃഷിയും ചെയ്യാനുള്ള പ്രധാനമായ കാരണം. ജോസേട്ടാ, ഇതിൻ്റെ കൂടെ മീൻ കൃഷിയുണ്ടല്ലേ? ഉണ്ട്. ഏതൊക്കെ മീനാണ് ഉള്ളത്? ഞാനിപ്പോൾ ഒരു 10-15 വർഷമായി ഈ ശരിക്കും പറഞ്ഞാൽ മീൻ കൃഷിയിലേക്ക് വന്നത്. അതിന് മുമ്പേ ഈ കുളം ഉണ്ടായിരുന്നിരിക്കുന്നത്. കുളം ഞാൻ ഈ കൃഷി ആവശ്യത്തിന് മോട്ടോർ വെള്ളം അടിക്കാനൊക്കെ കൂടെയാണ് ഓടിയിരുന്നത്. കൂടാതെ എനിക്ക് ഈ
ഇപ്പോൾ 4-5 കുളമുണ്ട്. ഒരു കുളം തന്നെയല്ല 4-5 കുളമുണ്ട്. എല്ലാത്തിൽ നിന്ന് തന്നെ വെള്ളം അടിക്കുന്നുണ്ട്, പറമ്പിലേക്കും അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഞാൻ മീനും വളർത്തുന്നുണ്ട്. അപ്പോൾ ആ മീൻ വളർത്തുന്നതിലൂടെ എനിക്ക് സാമ്പത്തികമായ വരുമാനം കിട്ടുന്നു. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ ഉപരി എനിക്ക് പിന്നെ സാമ്പത്തികമായ വരുമാനം കിട്ടി. എൻ്റെ പിന്നെ വീട്ടാവശ്യത്തിന് മുഴുവൻ മത്സ്യങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കിറ്റ്, തിലോപ്പിയ, നട്ര, വാള, അതുപോലെ തന്നെ വരാൽ, ഇങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ഇതിനകത്ത് കൂടുതൽ. ചിലപ്പോൾ ഞാൻ മാറി മാറി ചെയ്യും. ഓരോ കൊല്ലം ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ മാറി മാറി പല മീനുകൾ മാറ്റിയിട്ട് നോക്കും. ഇപ്പോഴുള്ള ഇതാണ് നിലവിലുള്ളത്. എന്താ ഇതിന് തീറ്റ കൊടുക്കാറുള്ളത്? തീറ്റ കൊടുക്കാറുള്ള സാധാരണ ആദ്യ ഘട്ടത്തിലെങ്ങാനും സ്വല്പം എങ്ങാനും ചെറുതായിരുന്നു വാങ്ങിയിടുന്നത് ഈ കടയിലേക്ക് വയ്ക്കും. അത് സ്വല്പം വലുതാണ്. ബാക്കി മുഴുവൻ ഞാൻ ഈ പച്ചയില, കപ്പയില, അതുപോലെ തന്നെ കപ്പയില, ചേമ്പല, പിന്നെ ചേനയുടെ ഇല മുതലങ്ങനെ പച്ചയില ഇന്ന് അതായത് കൂടെ അതാണ് കുറേ ലാഭം കിട്ടും നമുക്ക്. ഇതിനാവശ്യക്കാരുണ്ട് ഇത് വാങ്ങാനൊക്കെ? വാങ്ങാനായിട്ട് കാരണം ഇങ്ങനെ നമ്മൾ ഈ പച്ചയില ഇതെല്ലാം കൊടുക്കുന്നതാണ്. വേറെ ഇതിനകത്ത് വേറെ മറ്റ് വിഷമമൊന്നുമില്ല. ഇതിനകത്ത് നമ്മുടെ കുളത്തിലുമാണ്. അപ്പോൾ ഈ മീൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്, വാങ്ങാൻ നല്ല താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ജൈവ രീതിയിൽ എൻ്റെ പറമ്പ് ഈ മേഖലയും ഇതിനകത്തും എല്ലാം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല മത്സ്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ വാങ്ങാറുണ്ട്. ജോസേട്ടാ, പ്രധാനമായിട്ട് ഇവിടെ നാണ്യവിളകളാണല്ലോ കൃഷി ചെയ്തിരിക്കുന്നത്? അതെ, ഞാൻ പ്രധാനമായിട്ട് തെങ്ങ്, കവുങ്ങ്, അതുപോലെ തന്നെ കുരുമുളക്, വാഴ, ജാതി എന്ന് വേണ്ട പലതരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന ഇടവിള കൃഷികൾ മുഴുവൻ ഒരു ഇഞ്ച് പോലും പാഴാക്കാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. പഴവർഗ്ഗങ്ങളുണ്ട് അതിനിടയ്ക്ക്. സ്ഥലമുള്ള സ്ഥലങ്ങളിൽ പഴവർഗ്ഗം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒത്തിരി അധികം ഭൂമി തരിശായിട്ട് ഒന്നും ചെയ്യാതെ കാലി സ്ഥലമായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അവരോട് എന്താ? അത് പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം ഭൂമി നമുക്ക് തന്നിരിക്കുന്ന അതിനകത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമി ദൈവം തന്നിരിക്കുന്നത്. അത് കളയാൻ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദ്രോഹമാണ്. അങ്ങനെ ഇടരുത്. അത് എന്തെങ്കിലും തരത്തിലുള്ള കൃഷികൾ അനുയോജ്യമായ കൃഷി ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇൻഡർസി മക്കളെ നേരത്തിൽപ്പെട്ട കവുങ്ങാണിത്. ഇത് സാധാരണയായിട്ടൊരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കവുങ്ങാണ്. ഇത് നല്ല ഈർപ്പമുള്ള സ്ഥലത്താണ് ഇത് ഏറ്റവും നല്ല ഇരിക്കുന്ന കവുങ്ങ്. ഇതുപോലെ വയൽ പ്രദേശമാണ് ഏറ്റവും നല്ലത്. നല്ല ഒരു ഈൽഡ് കിട്ടുന്ന കവുങ്ങാണിത്. ഞാൻ ഇതിന് ചെയ്യുന്ന വളപ്രയോഗം ഇസ്രായേൽ നെറ്റ്സർപ്പ് എന്ന കമ്പനിയുടെ പൂനെയിൽ നിർമ്മിക്കുന്ന നെറ്റ്സർപ്പ് കമ്പനിയുടെ തികച്ചും ബയോഫിറ്റ് ഓർഗാനിക്കായ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വളരെ നല്ല റിസൾട്ടാണ്. നല്ല പച്ചപ്പ് കവുങ്ങിന് കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, നല്ല കായ്ക്കെല്ലാം നല്ല ദൃഢത, വണ്ണം, നല്ല വെയിറ്റും എല്ലാം കിട്ടുന്നതാണ് ഈ ഇസ്രായേൽ നെറ്റ്സർപ്പ് എന്ന കമ്പനിയുടെ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ 3 കൊല്ലമായിട്ട് ഇത് ആ വളം ഉപയോഗിക്കുന്ന ഒരാളാണ്. എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നതാണ്. കവുങ്ങിനും ഇപ്പോൾ ഇത് വളരെ നല്ല മെച്ചമാണ് വളം. ഇത് റബ്ബറിൻ്റെ ഇടവിളയായി ഞാൻ കൃഷി ചെയ്യുന്ന ഒരു കാപ്പിയാണിത്. ഇതിൻ്റെ പേര് റോയ്സ് കാപ്പി എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. പക്ഷേ സാമാന്യം നല്ല ഒരു വിളവ് ഇതിന് കിട്ടുന്നുണ്ട്. ഇത് 5 വർഷമായ കാപ്പിയാണ്. ഇതിൻ്റെ ഐഡിയ തോന്നിയിട്ട് എനിക്ക് കാപ്പി ഞാൻ വേറെ പിന്നെ പല ആൾക്കാർ ഇത് മാസികയിലൊക്കെ കണ്ടായിരുന്നു. ഇതിന് പുൽപ്പള്ളിയിലുള്ള ഒരു നഴ്സറി റോയ്സ് പറഞ്ഞ്. അപ്പോൾ മാസികകളിലും മറ്റ് പരസ്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് ആൾക്ക് ഉപയോഗിച്ചു. അപ്പോൾ അത് ഞാൻ നോക്കി കണ്ടപ്പോൾ തരക്കേടില്ലാന്ന് എനിക്ക് തോന്നി. എന്നെ വിളിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. റബ്ബറിൻ്റെ ഒരു വില തകർച്ച ഉണ്ടെങ്കിൽ പോലും ഉണ്ടാകുന്ന അവസരത്തിൽ അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഇടവിളയായിട്ട് കാപ്പി കൃഷിയോട് ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്തുള്ള ആ ഈൽഡൂടെ കിട്ടുമ്പോൾ കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വരുമാനം കൂടുതൽ കിട്ടും. എനിക്ക് വിവിധ ഇനത്തിൽപ്പെട്ട വളവുകളുണ്ട്. പക്ഷേ ഞാനിപ്പം നിൽക്കുന്നത് വിയറ്റ്നാം എർലി എന്ന് പറഞ്ഞ അതിൻ്റെ ഇനത്തിൽപ്പെട്ട പ്ലാന്റ് അടുത്താണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു കൊല്ലത്തിലെ ഒരു കുഴ വെള്ളം കഴിയുമ്പോൾ തന്നെ കായ്ക്കും. ആ കായ്ച്ച് കഴിച്ചാൽ നല്ല നിറച്ച് നല്ലതുപോലെ കായ ഉണ്ടാവും ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ കായകൾ അല്ലെങ്കിൽ ഈ ചക്ക നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ആദ്യം ഉണ്ടാകുമ്പോൾ അധികം വലിപ്പം ഉണ്ടാകത്തില്ലെങ്കിലും പ്ലാവ് ചെറുതാണെങ്കിൽ പോലും നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. മറ്റ് ചക്കയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം എന്തായാലും കഴിക്കും. എപ്പോഴും തന്നെ ചക്ക എന്താണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ചക്ക നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ കറി വെക്കാനായിട്ട് കറി വെക്കാനുള്ള ചെറിയ ചക്കകൾ വേണമെങ്കിൽ കറി വെക്കണമെങ്കിൽ അതുപോലെ നമുക്ക് കിട്ടും. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മുന്നിൽ കാണുന്ന ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞ 24 വർഷമായി പൂനെയിൽ നിർമ്മിക്കുന്ന നെറ്റ്സർഫ് എന്ന കമ്പനിയുടെ തികച്ചും ഓർഗാനിക്കായ ഒരു വളമാണ്.
ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സർവ്വ കൃഷികൾക്കും, അതായത് ചെടി മുതൽ സർവ്വ നെൽകൃഷി മുതൽ തെങ്ങ് കവുങ്ങ് എന്ന് വേണ്ട എല്ലാവിധ വിളകൾക്കും ഉപയോഗിക്കാമെന്നുള്ള ഇതാണ്. ഞാൻ ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3 കൊല്ലമാകുകയാണ്. അതിനു മുമ്പ് ഞാൻ തികച്ചും രാസവളങ്ങളും കീടനാശിനികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ 3 കൊല്ലം ഇത് ഉപയോഗിക്കുന്ന ലക്ഷം മറ്റൊരു വളങ്ങൾ ഉപയോഗിക്കുന്നില്ല. വളരെ നല്ല റിസൾട്ടാണ് എനിക്കിത് കിട്ടുന്നത്. എല്ലാ കൃഷികൾക്കും നല്ല വിളവുകൾ, ഒരു 30-40% വരെ വിളവുകൾ കൂടുന്നു. അതുപോലെ തന്നെ 30-40% നമുക്ക് കൂലി ചെലവ് കുറയുന്നുണ്ട്. 500 ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കുകയാണ്. 5 ലിറ്റർ 500 ഒരു ലിറ്റർ വെള്ളത്തിന് 2 മില്ലിയാണ് വേണ്ടത്. എല്ലാം ഈക്വലായിട്ട് വേണം, 5 എണ്ണം ഈക്വലായിട്ട് വേണം. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി വെച്ച് ഇത് 500 ലിറ്റർ വെള്ളത്തിലുണ്ട്. 100 ഇരട്ടി വെള്ളത്തിൽ ചേർക്കാം. 5 ലിറ്റർ 1000 മില്ലിയാണുള്ളത്. അപ്പോൾ 500 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാം. അങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് ഓരോ കൃഷിക്കും അനുയോജ്യമായ ഒരു കണക്കുണ്ട്. ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ ഒരു 8 ലിറ്റർ ഒഴിക്കുക, ഡയലൂട്ട് ചെയ്തത് 500 ലിറ്റർ ആക്കിയിട്ട് ഡയലൂട്ട് 8 ലിറ്റർ ഒഴിക്കുക. കവുങ്ങ് വലുതാണെങ്കിൽ ഒരു 4 ലിറ്റർ ഒഴിക്കുക. അതുപോലെ റബ്ബറാണ് 2 ലിറ്റർ. അതുപോലെ തന്നെ കുരുമുളക് ചെടിയൊക്കെ അതിൻ്റെ പ്രായത്തിനനുസരിച്ച് കവുങ്ങ്, ചെറിയ കുരുമുളക്, പഴവർഗ്ഗങ്ങളൊക്കെ ഒരു കൊല്ലമായ കവുങ്ങാണെങ്കിൽ 1 ലിറ്റർ. അതുപോലെ തന്നെ തെങ്ങ് 1 ലിറ്റർ, 2 കൊല്ലമാണ് 2 ലിറ്റർ ഡയലൂട്ട്. അപ്പോൾ അങ്ങനെ ഇത് ഓരോന്നിനും അതിൻ്റെ അനുസരിച്ചിട്ട് കുറേ ഒഴിക്കുക. അതിന് കണക്കുണ്ട്. അതനുസരിച്ച് ഒഴിക്കുമ്പോൾ പിന്നെ അതിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ച നമുക്ക് കിട്ടുകയാണിരിക്കുന്നത്. മണ്ണിന് നല്ല ഓരോ പ്രാവശ്യം ഒഴിക്കും തോറും പറമ്പിൻ്റെ മാറ്റം വരുന്നു. അതിൻ്റെ pH ഒക്കെ മാറി വരുന്നുണ്ട്, മണ്ണിന് കൂടി വരുന്നുണ്ട്, പറമ്പിന് നല്ല പച്ചപ്പുണ്ട്. വേനൽക്കാലത്ത് പോലും ഒരു വരി വരെ പറഞ്ഞാൽ തെങ്ങിനൊക്കെ നല്ല പച്ചനിറം. ഉണക്കുണ്ടായിരുന്ന കഴിഞ്ഞ 2 കൊല്ലം പോലും വളരെ വേനൽക്കാലത്ത് കൂടും. ഉണക്കുണ്ടായിരുന്ന കാലത്ത് വരൾച്ചയുള്ളപ്പോൾ പോലും തെങ്ങിനും എല്ലാം കവുങ്ങിനുമൊക്കെ നല്ല പച്ചനിറം അതിൻ്റെ ഓലയ്ക്ക് പോലും ഇരിക്കുന്നത്. തേങ്ങയുടെ പോലും മണ്ടരി പോലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മണ്ടരിയെ പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ടരി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഇല പൊഴിച്ചിലും വളരെ നല്ലതാണ്. റബ്ബറിൻ്റെ ഇല പൊഴിച്ചപ്പോൾ അതുപോലെ തന്നെ പാല് 30-40% റബ്ബറിന് പാല് കൂടുതലിട്ട് അതിൻ്റെ DRC മാറുന്നു, ഒട്ടുപാല് കൂടുതൽ കിട്ടുന്നു. അതുപോലെ അങ്ങനെ എല്ലാ തരത്തിലും മരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു. ഇത് യൂറിയാണ്, നൈട്രജൻ, ഇതെല്ലാം ഓരോ ലിറ്ററാണ് ഇതിരിക്കുന്നത്. മസൂറി അല്ലെങ്കിൽ രാജ്ബോസ് ആണ് ഇതിരിക്കുന്നത്. എല്ലാം ഓരോ ലിറ്ററാണ്. അടുത്തത് പൊട്ടാഷാണിത്, ആണിത്. അടുത്തത് ഇത് ഷേറ്റ് എന്ന് പറയും. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയാണ്. ഇതിനെ നല്ല മണ്ണിൻ്റെ pH നിയന്ത്രിച്ച് മണ്ണ് നല്ല ആരോഗ്യ ലെവലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ തന്നെ മണ്ണിരകൾ വർദ്ധിക്കും. അടുത്തത് സ്റ്റിം റിച്ച് എന്നുള്ളതാണ്. ഇവനാണ് റൂട്ട് ട്യൂബ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അതായത് വേര് മുതൽ കായ്കൾ വരെ ഇവൻ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. മണ്ണിന് വേരിന് നല്ല വെള്ള നിറം കിട്ടുന്നു, നല്ല ആരോഗ്യം കിട്ടുന്നു, മരത്തിന് ആരോഗ്യം കിട്ടുന്നു, നല്ല പച്ചപ്പായിരിക്കും. പറമ്പ് മുഴുവൻ നല്ല പച്ചപ്പോടുകൂടി വരും. എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ അതിൽ കൊടുക്കും. ആവശ്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാവുന്നതാണ്. യുവജനങ്ങളോട് ജോസേട്ടൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എൻ്റെ തന്നെ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 50 വർഷക്കാലമായ കാർഷിക മേഖലയിൽ ഉള്ള ആളെന്ന നിലയിൽ എനിക്കിതുവരെ ഒരു ദുരഭിമാനം തോന്നിയിട്ടില്ല കൃഷി കൊണ്ട്. എനിക്ക് ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി ഞാൻ പോകുന്നു. പുതിയ തലമുറ ഈ വൈറ്റ് കോളർ ജോലി മാത്രം നോക്കാതെ, കാരണം നമ്മളെല്ലാം ഈ ലോകത്തിലെ മുഴുവൻ ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥമാണ്. അപ്പോൾ അതിനകത്ത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കുറവായിട്ട് ഒരാൾക്കും ഒരു ചെറുപ്പക്കാരനും തോന്നരുതെന്നാണ് എനിക്ക് പറയാനുള്ള ഒന്ന്. രണ്ടാമതായി നമ്മൾ ഇന്ത്യൻ പ്രസിഡൻറ്റ് മുതൽ ഈ രാജ്യത്തുള്ള പട്ടാളക്കാർ മുതൽ സർവ്വ ആൾക്കാരും കഴിക്കേണ്ട ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനകത്തൊരു കുറവും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കുന്ന അങ്ങനെ ഒരാൾക്ക് ചെറുപ്പക്കാർ പുതിയ തലമുറ എൻ്റെ അനിയന്മാർക്ക് തോന്നാനും പാടില്ല. അതൊരു ഇതല്ല. എത്രയോ ചെറുപ്പക്കാർ വിദേശത്തൊക്കെ പോയിട്ട് ഇവിടെ വന്ന് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നല്ല പല കൃഷികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, പുതിയ കൃഷികൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നല്ലൊരു തുടക്കമായിട്ട് എനിക്ക് കാണുന്നു. അപ്പോൾ അങ്ങനെ പുതിയ തലമുറകളെല്ലാം അങ്ങനെ ഒരു രംഗത്തേക്ക് വരണം. ഒപ്പം നിങ്ങൾ വേറെ ജോലി ചെയ്താലൊരു കുറച്ച് കൃഷിയെങ്കിലും, ഇപ്പോൾ ഒരു വീടിൻ്റെ കൃഷിയിടത്തിലാണേലും കുറച്ച് പച്ചക്കറികളെങ്കിലും എല്ലാവരും നട്ടിരിക്കണം എന്നാണ് എനിക്ക് നിർബന്ധമായിരിക്കുന്നത്. കാരണം വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാലും കൃഷി ഒരു കളയരുത്, അതിലേക്ക് ശ്രദ്ധ കുറച്ചെങ്കിലും ഉണ്ടായിരിക്കണം. ജോസേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് ജോസ് PK, എൻ്റെ ഭാര്യ എൽസമ്മ, എൻ്റെ മക്കൾ 3 പേരാണ്. ജോസേട്ടൻ എത്ര വർഷമായി കാർഷിക മേഖലയിലേക്ക് വന്നിട്ട്? ഞാൻ 50 വർഷത്തിലധികമായി. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഏതാണ്ട് ഈ കൃഷി രംഗത്തേക്ക് ഇറങ്ങുമായത്. 50 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പറ്റും ചെറുപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഈ കൃഷിയോട് അമിതമായ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പിന്നീട് ഞാൻ SLC കഴിഞ്ഞു.
അതുപോലെ എൻ്റെ ഞാൻ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യ എൽസമ്മയാണ്. ഇവരെ എന്നോടൊപ്പം ഈ 50 വർഷക്കാലവും പിന്നെ എന്നോടൊപ്പം കൃഷിയിൽ രംഗത്ത് സജീവമായുണ്ട്. കൃഷിയിൽ ഞാൻ മുഴുവൻ സമയം ന്യൂസ് കൂടുതൽ സഹകരിക്കാറുണ്ട്. പിന്നെ കൃഷി കൊണ്ടാണ് ഞങ്ങൾ 3 മക്കളുണ്ട്. മക്കളെ ഈ നിലയിലെത്തിച്ചത് കൃഷി ചെയ്തിട്ടൊക്കെയാണ്. ജോസേട്ടൻ്റെ കാർഷിക മേഖലയിലെ വിജയത്തിന് വളരെയധികം അംഗീകാരങ്ങൾ കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള അംഗീകാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് 2014 അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മോഹൻ അവരിൽ നിന്ന് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2018 ഇരിട്ടി ബ്ലോക്കിലെ ഏറ്റവും നല്ല സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് സുനിൽകുമാറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴുള്ളത് കഴിഞ്ഞ മാസം 6-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 6-ാം തീയതി കണ്ണൂർ വെച്ച് നടന്ന പിന്നെ ഈ കർഷകോത്തമ അവാർഡ്, സ്റ്റേറ്റ് കർഷകോത്തമ അവാർഡിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും മികച്ച കർഷകർ എന്ന നിലയ്ക്ക് അവാർഡുകൾ ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി. പിന്നീട് എനിക്ക് ഒരുപാട് സംഘടനകൾ, പിന്നെ ബിഷപ്പ് ഞരളക്കാട്, അതുപോലെ പള്ളിക്കൂടങ്ങളെ, വിവിധ ക്ലബ്ബുകളെ, വായനശാല, അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് അനവധി ആദരവുകൾ ഏറ്റുവാങ്ങാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മികച്ച സമ്മിശ്ര കർഷകനും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും വോളിബോൾ പ്ലെയറുമായ ശ്രീ ജോസ് പുത്തമ്പരക്കൽ ഇത്രയും സമയം, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയായിരുന്നു. ജോസേട്ടാ, നന്ദി. താങ്ക്സ്. അടുത്തയാഴ്ച മറ്റൊരു മുഖവുമായി നമുക്ക് നേരിട്ട് കാണാം.